നമ്മുടെ ലെമ്മ പറയുന്നത് എന്താ പറയുക, നമ്മളൊരു ഗ്രാഫ് എടുത്തു. ഈ ഗ്രാഫിലെ ഒപ്റ്റിമൽ എഡ്ജ് കളറാണ് കെ എന്ന് പറയുന്നത്. ഒപ്റ്റിമൽ കെ എഡ്ജ് കളർ എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും വലിയൊരു കളേഴ്സ് യൂസ് ചെയ്തിട്ട് എനിക്കിതിനെ കളർ ചെയ്യാൻ പറ്റില്ല, ഇതിൽ എഡ്ജസിനെ കളർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിലാണ് ഇത് ഒപ്റ്റിമൽ ആവുക. അങ്ങനെ ഒപ്റ്റിമൽ ആയിട്ടുള്ള ആ കളറിനെ ഞാൻ സി എന്ന് വിളിക്കുന്നു. ആ സിയിൽ ആരൊക്കെ ഉണ്ടാവും? E1 ഉണ്ടാവും, E2 ഉണ്ടാവും, എക്സെട്ര കെ കളേഴ്സ് ഉണ്ടാവും അല്ലേ. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അതിലൊരു വേർട്ടീസസ് യു ഉണ്ട്. ഈ യുവിനോട് അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന രണ്ട് എഡ്ജസിനെ നോക്കുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കളറ് ഐ ആണ്. എന്നാൽ ഞാനൊരു ഒരു എഡ്ജ് നോക്കി, അതിൻ്റെ കളറ് ഐ ആണ്. ഈ ഐ ആയിട്ട് ഇൻസിഡൻ്റ് ആയിട്ട് നമ്മുടെ യു കിടക്കുന്നില്ല. ഈ യുവിലെ ഏത് എഡ്ജ് നോക്കിയപ്പോൾ അതിലൊന്നും എന്തില്ല, ഐ എന്ന് പറയുന്ന കളറില്ല. അങ്ങനെയാണെങ്കിൽ ഐ കളറുള്ള എഡ്ജസുകൾ, ഐ കളറുള്ള ഒരുപാട് എഡ്ജസുകൾ ഉണ്ടാവും അല്ലേ, അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഐ കളറുള്ള എഡ്ജസുകൾ ഉണ്ടാവും. അതേപോലെ ജെ കളറുള്ള എഡ്ജസുകളും ഉണ്ടാവും. അങ്ങനെ ഇവരെ യൂണിയൻ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. അപ്പോൾ ഇവരൊക്കെ യൂണിയൻ ആയിട്ടുള്ള ഒരു ഗ്രാഫ് എനിക്ക് വരയ്ക്കാൻ പറ്റും. ഈ ഗ്രാഫിൻ്റെ കമ്പോണൻസുകൾ ഉണ്ടാവില്ലേ, ഇപ്പോൾ ഇതൊരു കമ്പോണൻ്റ് ആയിരിക്കും, ഇതൊരു കമ്പോണൻ്റ് ആയിരിക്കും, ഇതൊരു കമ്പോണൻ്റ് ആയിരിക്കും. ഈ കമ്പോണൻറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ഒരു ഓഡ് സൈക്കിൾ ഉണ്ടാവുമെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ആ കമ്പോണൻറ്റുകൾ ഓഡ് സൈക്കിളായിരിക്കും നമുക്ക് കാണിക്കേണ്ടത്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ, നമ്മൾ ഓടല്ല E1 സൈക്കിളാണെന്ന് വിചാരിക്കുക. E1 സൈക്കിളായി കഴിഞ്ഞാൽ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടും. എന്തിനാണെന്നറിയോ, കെ ഒപ്റ്റിമൽ ആണെന്നല്ലേ കിട്ടിയേ. അപ്പം നമുക്കിവിടെ കിട്ടിയ C' എന്ന് പറയുന്ന ഒരു കളറ് കിട്ടും. ആ C' എന്ന് പറയുന്ന കളറ് ഈ കാണുന്ന സീനേക്കാളും വലിയ C' എന്ന് പറയുന്ന കളർ നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കോൺട്രഡിക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഇനി E1 സൈക്കിളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, E1 സൈക്കിളാണെന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് കളേഴ്സ് വെച്ചിട്ട് തന്നെ നമ്മൾ കളർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വേർട്ടീസസിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് വേർട്ടെക്സ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി E1 സൈക്കിളാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ എടുക്കുന്നു ആ C' നമ്മൾ പുതിയൊരു കളർ എടുക്കുകയാണ്. ഈ പറയുന്ന C' പറയുന്ന കളർ എടുക്കുകയാണ്. അതിൽ ആരൊക്കെ ഉണ്ടാവും, E1' ഉണ്ടാവും, E2' എന്ന് പറയുന്ന കളർ ഉണ്ടാവും, എക്സെട്ര EK' എന്ന് പറയുന്ന കളേഴ്സ് ഉണ്ടാവും. ഇനി ഞാൻ ഓരോ വേർട്ടീസസിലുള്ള ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ എണ്ണം എടുക്കുക. ഇവിടെയാണെങ്കിൽ C' നമ്മുടെ ഇവിടെയുള്ള യു ഇവിടെ ഉണ്ടാവുമല്ലോ. ആ C' എടുത്തു കഴിഞ്ഞാൽ ഇതിനോട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കളേഴ്സ് എന്ന് പറയുന്നത് ഇതിനേക്കാളും കൂടുതലായിരിക്കും അല്ലേ. ഇവിടെ നോക്കിയാൽ ജെ 2 പ്രാവശ്യം വരുന്നുണ്ട്. പക്ഷേ ഇവിടെയോ നമുക്ക് അതിന് പകരം വേറൊരു കളർ യൂസ് ചെയ്തിട്ട് കളർ ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മുടെ ഇവിടെയുള്ള യുവിനോട് അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന കളേഴ്സിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ എണ്ണം, അതിന് ഞാൻ C എന്ന് വിളിക്കുന്നു. അതിനേക്കാൾ എന്തായാലും ഒന്ന് കൂടുതലായിരിക്കില്ലേ ഇവിടെയുള്ള കളറ്. അപ്പോൾ ഞാൻ CU+1 എന്ന് വിളിക്കുന്നു. ഓക്കെ, CU+1. ഇനി നമ്മൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഈ യു അല്ലാത്ത ഏത് വേർട്ടീസസ് നമ്മൾ V എടുക്കുകയാണെന്നുണ്ടെങ്കിലും C' എന്ന് പറയുന്നത് CUനേക്കാളും കൂടുതലായിരിക്കും. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഇനി C' ഗ്രേറ്റർ ദാൻ C' എന്ന് പറയാം, C എന്ന് പറയാൻ പറ്റും. ഇനി ഇതിന് രണ്ട് ഭാഗത്ത് സമ്മേഷൻ കൊടുത്താലും ഇത് ട്രൂ അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ എണ്ണം നമ്മൾ എടുക്കുന്നതിനേക്കാളും കൂടുതലെന്ന് പറയുമ്പോൾ ഇതായില്ലേ ഒപ്റ്റിമൽ എന്ന് പറയാം. ഒപ്റ്റിമൽ അല്ല, ഇതിനേക്കാളും കൂടുതലായില്ലേ. പക്ഷെ നമ്മളിത് ഒപ്റ്റിമൽ എന്ന് എടുത്തിരുന്നത് അതിന് കോൺട്രഡിക്ഷൻ ആയല്ലോ. എന്തുകൊണ്ടാണ് കോൺട്രഡിക്ഷൻ ആയത്, നമ്മൾ ഓഡ് സൈക്കിൾ അല്ല എന്നെടുത്തോണ്ടാണ്. അപ്പോൾ ഇതെന്തായിരിക്കും, ഓഡ് സൈക്കിളായിരിക്കും.